ഇന്ന് നമുക്ക് സമന്ത കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മാ ഇന്റി ബംഗാരം എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുന്നത് വീട്ടുകാരെയൊക്കെ എതിർത്ത് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരായ സ്വർണയും അനിരുദ്ധിനെയും കാണിച്ചുകൊണ്ടാണ്. സ്വർണയ്ക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും തന്നെയില്ല. പക്ഷേ അനിരുദ്ധ് അങ്ങനെയല്ല. അനിരുദ്ധിന്റേത് നാട്ടിലെ തന്നെ പേരുകേട്ട വലിയ കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചതിനാൽ അനിരുദ്ധിന്റെ വീട്ടുകാരെല്ലാവരും ഒഴിവാക്കിയതും. ഈ അനിരുദ്ധ് ഒരു ഡോക്ടറാ. സ്വർണയ്ക്ക് എല്ലാവരും വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അനിരുദ്ധിന്റെ വീട്ടുകാർ അവരോട് മിണ്ടത് പോലുമില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ അനിരുദ്ധിന് കുടുംബത്തിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ വരുന്നു. അനിരുദ്ധിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ കിട്ടിയതും അനിരുദ്ധിന് ഒരുപാട് സന്തോഷമാകും. സ്വർണയും കൂട്ടി നാട്ടിലേക്കും പോവുകയാണ്. അനിരുദ്ധിനെയും സ്വർണയും കൂട്ടിക്കൊണ്ടു പോകുവാനായി എത്തിയത് അനിരുദ്ധിന്റെ സഹോദരനായ ശരതായിരുന്നു. ഈ ശരത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. വീട്ടിലേക്ക് എത്തുകയാണ് രണ്ടാളും. ആദ്യമായിട്ടാണ് അനിരുദ്ധിന്റെ വീട്ടിലേക്ക് സ്വർണ എത്തുന്നതും. സ്വർണയെ കാണുന്ന വീട്ടുകാരാണെങ്കിലോ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷേ ആർക്കും തന്നെ സ്വർണയോട് വലിയ താല്പര്യമൊന്നുമില്ല. മുറപ്രകാരമുള്ള വിവാഹമല്ലല്ലോ നടന്നത്. അനിരുദ്ധിന്റെ അച്ഛനും അമ്മയ്ക്കും സ്വർണയോട് നല്ല വെറുപ്പായിരുന്നു. കുടുംബത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നത് കൊണ്ട് മാത്രമാണ് അവരെ എല്ലാവരും ക്ഷണിച്ചത്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങണമെന്നും സ്വർണ തീരുമാനിക്കുന്നു. സ്വർണയെക്കുറിച്ച് ആർക്കും അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും സ്വർണയെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കുവാനായും ആരംഭിക്കുന്നു. സ്വർണയോട് അവളുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ തിരകുമ്പോൾ, എനിക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും തന്നെയില്ല. താനൊരു അനാഥാശ്രമത്തിലാണ് വളർന്നതെന്നും അങ്ങനെയാണ് അനിരുദ്ധിനെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതുമെന്നൊക്കെ സ്വർണ പറയുന്നു. അത് കേട്ടതോടുകൂടി അവരുടെയൊക്കെ മനസ്സിലെ വെറുപ്പ് കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, അവരാണെങ്കിൽ പേരുകേട്ട കുടുംബമായതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കുടുംബത്തിന്റെ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ അറിയാമോ എന്നറിയുവാൻ വേണ്ടിയിട്ട് പൂജകളെക്കുറിച്ചും ആഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇരുന്ന് സംസാരിക്കും. പക്ഷേ സ്വർണയ്ക്ക് അതൊന്നും തന്നെ അറിയത്തില്ല. അനാഥാശ്രമത്തിൽ വളർന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അവൾക്ക് അറിയതേയില്ല. ആ ഒരു കാര്യം കൂടി കേൾക്കുന്നതോടുകൂടി അനിരുദ്ധിന്റെ വീട്ടുകാർക്ക് വീണ്ടും അവളോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ സ്വർണയ്ക്ക് എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റണമെന്നും എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്നും സ്വർണയ്ക്ക് ആഗ്രഹമുണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യണമെന്നും സ്വർണ തീരുമാനിക്കും. പക്ഷേ ആ ഒരു കുടുംബക്കാരുടെ ചിന്താഗതി, ഒരു നല്ലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആഹാരം പാചകം ചെയ്യണം, ദൈവത്തിനെ പൂജിക്കണം, വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാലും അതെല്ലാം നടത്തി കൊടുക്കണം. അതാണ് ഒരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിക്കായിട്ട് അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആഹാരം പാചകം ചെയ്യാനൊന്നും സ്വർണ്ണയ്ക്ക് അറിയതേയില്ലല്ലോ. സ്വർണ്ണ അതൊക്കെ പഠിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നു. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം കണ്ടുപഠിക്കുകയും ഒക്കെ സ്വർണ്ണ ചെയ്യുന്നുണ്ട്. ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത സ്വർണ്ണ വീട്ടുകാരെന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നോക്കി പഠിക്കുകയാണ്. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഉടനെ തന്നെ പൂജ നടത്തും. പക്ഷേ പൂജ നടത്താനൊന്നും സ്വർണ്ണയ്ക്കറിയത്തില്ല. സ്വർണ്ണയോട് തുളസിമാലയൊക്കെ എടുത്തുകൊണ്ട് വരുവാനായിട്ട് പറയുന്ന സമയത്തും സ്വർണ്ണയ്ക്ക് അതൊക്കെ എവിടെ ഇരിക്കുന്നെന്നോ എങ്ങനെ ചെയ്യുമെന്നോ എന്നൊന്നും തന്നെ അറിയത്തില്ല. മാത്രവുമല്ല, കുടുംബത്തിലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെല്ലാം പൂജ കഴിഞ്ഞ ഉടനെ തന്നെ താലിമാലയിൽ കുങ്കുമം വെക്കുന്നത് പതിവാണ്. എല്ലാവരും കുങ്കുമം വെക്കുവാനായിട്ട് താലിമാല എടുക്കുന്നു. പക്ഷേ സ്വർണ്ണയുടെ താലിമാല മാത്രം കാണുന്നില്ല. അവൾ ബെഡ്റൂമിൽ ഊരി വെച്ചിരിക്കുകയാണ്. അതും കൂടി ആയപ്പോഴോ വീട്ടുകാർക്ക് വീണ്ടും അവളോട് ദേഷ്യമായി. അയ്യോ, ഇതെല്ലാം മറികടന്ന് ഞാൻ എങ്ങനെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്ന ടെൻഷനായിരുന്നു സ്വർണ്ണയ്ക്ക്. എന്നാൽ അവിടെ സ്വർണ്ണയ്ക്ക് ഭീഷണിയായത് മറ്റൊരാളായിരുന്നു. അത് മറ്റാരുമല്ല, രണ്ടാമത്തെ മരുമകളായ അനസൂയ. അതായത് അനിരുദ്ധിന്റെ സഹോദരനായ ശരത്തിന്റെ ഭാര്യ. അനിരുദ്ധ് സ്വർണ്ണയുമായി ഒളിച്ചോടി പോയതിൽ പിന്നെ അവിടെ നടന്ന മുറപ്രകാരം നടന്നൊരു വിവാഹമായിരുന്നു ശരത്തിന്റേത്. വീട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചാണ് അനസൂയയുമായിട്ടുള്ള വിവാഹം നടത്തിയതും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മരുമകളായ അനസൂയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് നാളുകളായ ഒരു കുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനസൂയയ്ക്ക് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അവൾക്ക് പൂജ ചെയ്യാൻ അറിയാം, കുക്ക് ചെയ്യാൻ അറിയാം, ഓരോരുത്തർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നടത്തി കൊടുക്കുവാനായിട്ടും അനസൂയയ്ക്കറിയാം. വീട്ടിലുള്ള എല്ലാവരെയും നന്നായിട്ട് അവൾ കെയർ ചെയ്യുകയും ചെയ്യും. പക്ഷേ സ്വർണ്ണയ്ക്കോ കുക്കിംഗ് അറിയില്ല, പൂജ ചെയ്യാൻ അറിയില്ല, ഒന്നും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇംപ്രസ് ചെയ്യുവാനായിട്ട് എല്ലാം സ്വന്തമായി ചെയ്യുവാനായിട്ടും സ്വർണ്ണ തീരുമാനിക്കും. പക്ഷെ അനസൂയാണെങ്കിലോ
സ്വർണ്ണ എല്ലാവർക്കും മുന്നിൽ അപമാനിക്കാനായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും, പൂജ ചെയ്യും, എല്ലാം ചെയ്യും. ഇതൊന്നും അറിയാതെ സ്വർണ്ണ ട്രൈ ചെയ്ത് പണി കിട്ടിയ അവസ്ഥയിലിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുവാനായിട്ട് സ്വർണ്ണ നേരെ തന്റെ കൂട്ടുകാരിയെ വിളിക്കുന്നു. അവൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. "ഏയ്, നീ എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്കിപ്പോളാണ് ഒരു ഫാമിലി കിട്ടിയിരിക്കുന്നത്. അത് നല്ലൊരു ഫാമിലിയാ. എനിക്കിവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അവരുടെ മനസ്സിലൊക്കെ ഇടം പിടിക്കണമെങ്കിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നൊന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോ?" എന്നൊക്കെ സ്വർണ്ണ ചോദിക്കുമ്പോഴോ, "ഏയ്, എനിക്കതിന് പറ്റില്ലടി. എന്റെ ഭർത്താവ് എന്നെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കില്ല. അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഞാനാ നന്നായിട്ട് നോക്കുന്നത്. ഞാൻ അവിടേക്ക് വന്നാൽ എങ്ങനെ അതൊക്കെ ശരിയാകുമെന്നും കൂട്ടുകാരി പറയുന്നു. കൂട്ടുകാരി വരാൻ തയ്യാറാകാത്തത് കൊണ്ട് അനാഥാശ്രമത്തിലായിരുന്നപ്പോൾ ഞാനല്ലേ നിനക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് താനൊരു അനാഥയില്ലേ എന്നുള്ള രീതിയിൽ സെന്റിമെന്റ്സ് ആയിട്ടൊക്കെ സംസാരിച്ച് കൂട്ടുകാരിയെ എങ്ങനെയെങ്കിലും വരാമെന്ന് സമ്മതിപ്പിക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരും? വീട്ടിലുള്ളവർക്കൊക്കെ സംശയം തോന്നില്ലേ? അതുകൊണ്ട് തന്നെ കൂട്ടുകാരിയെ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. കൂട്ടുകാരി പറയുന്നത്, "ഞാൻ എല്ലാ ദിവസവും നിനക്ക് നന്നായിട്ട് ആഹാരം പാചകം ചെയ്തു തരാം. നീ ആരും അറിയാത്തത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം. അപ്പോൾ എല്ലാവരും കരുതും നീയാണ് ആഹാരമൊക്കെ പാചകം ചെയ്തതെന്ന്. അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്നതനുസരിച്ച് നീ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ? നീ പതിവ് പോലെ പൂജയ്ക്കെന്ന് കണ്ടുപിടിച്ച് പൂജയ്ക്ക് നന്നായിട്ട് ചെയ്യണമെന്നും കൂട്ടുകാരി പറയുന്നുണ്ട്. അതനുസരിച്ച് അങ്ങനെ ചെയ്യാമെന്നും സ്വർണ്ണ തീരുമാനിക്കും. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൂട്ടുകാരി ആഹാരമൊക്കെ പാചകം ചെയ്ത് സ്വർണ്ണയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. സ്വർണ്ണ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പൂജയൊക്കെ ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുന്നു. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നു. ഇത് തന്നെയാണ് അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നതും. അങ്ങനെയിരിക്കെ കൂട്ടുകാരിക്കൊപ്പം മാർക്കറ്റിൽ സാധനം വാങ്ങുവാനായി നിൽക്കുകയായിരുന്നു സ്വർണ. സ്വർണയെ ആരോ ഫോളോ ചെയ്യുകയാണ്. അത് സ്വർണയ്ക്ക് മനസ്സിലായി. എത്ര തന്നെ അവരെ വെട്ടിച്ച് പോകുവാനായിട്ട് നോക്കിയിട്ടും അവർ സ്വർണയെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി തന്നെ ഫോളോ ചെയ്യുന്ന ആളിന്റെ അടുത്തേക്ക് പോയിട്ട്, "ആരാടാ നീ? നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, "നീ ജാൻസി അല്ലേ?" എന്നായിരുന്നു അയാളുടെ മറുപടിയും. അത് കേട്ടതും സ്വർണയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. "ഞാൻ ജാൻസി ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ? ഇനി എന്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന രീതിയിലാണ് സ്വർണ സംസാരിക്കുന്നത്." അത് കേട്ട് സ്വർണയുടെ കൂട്ടുകാരി വരെ പേടിച്ചു പോയി. അവനും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അയാൾ നേരെ വരുന്നത് ജയിലിലേക്കാ. കർണ എന്നൊരാളിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതും. "ഞാനിന്നൊരു പെണ്ണിനെ കണ്ടു. അവളെ കാണുവാനായിട്ട് ജാൻസിയെ പോലെ തന്നെയാണുള്ളത്. പക്ഷേ അവൾ ജാൻസിയാണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല" എന്നും അയാൾ പറയുമ്പോഴോ, "ഒരു കാര്യം ചെയ്, അവൾ ജാൻസി അല്ല എന്നുണ്ടെങ്കിൽ നീ അവളെ കൊന്നുകളാ. അഥവാ അവൾ ജാൻസിയാണെന്നുണ്ടെങ്കിൽ അവൾ നിന്നെ കൊന്നോളുമെന്നും കർണ പറയുന്നു. കർണ പറഞ്ഞതനുസരിച്ച് ജാൻസിക്കടുത്തേക്ക് പോവുകയാണ് കർണയുടെ കൂട്ടാളികൾ. എന്നാൽ മറ്റൊരു വശത്ത് സ്വർണ്ണ തന്റെ കൂട്ടുകാരിക്കടുത്ത് നിന്നും ഫുഡൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയം തന്റെ വീടിന്റെ പരിസരത്തായിട്ട് വണ്ടിയുടെ ശബ്ദമൊക്കെ സ്വർണ്ണ കേൾക്കുന്നു. ഈ സമയത്ത് എങ്ങനെ ഇവിടെ വണ്ടി വരാനെന്നൊക്കെ അവൾ ചിന്തിച്ചു നോക്കുന്ന സമയത്താണ് ഗേറ്റിന് മുന്നിലായിട്ട് കുറേ പേർ വരുന്നത്. അതിൽ അന്ന് സ്വർണ്ണയെ ഫോളോ ചെയ്തവനും ഉണ്ടായിരുന്നു. അതോടുകൂടി എന്തോ പ്രശ്നമുണ്ടെന്നും സ്വർണ്ണയ്ക്ക് മനസ്സിലായി. അവനാണെങ്കിൽ സ്വർണ്ണയ്ക്കടുത്തേക്ക് വരുന്നു. "നീ ജാൻസി അല്ലേ?" എന്ന് ചോദിക്കുകയാണ്. "അല്ല എന്ന് ഞാൻ എത്ര തവണ പറയണമെന്ന്" സ്വർണ്ണ പറയുമ്പോൾ ഉടനെ തന്നെ സ്വർണ്ണയെ അറ്റാക്ക് ചെയ്യുവാനായിട്ടും അവൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വർണ്ണ വിട്ടുകൊടുക്കുമോ? ഇല്ല. അവളും തിരിച്ചു തല്ലുകയാണ്. ഒരുവിധം കഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു പിടിച്ചാണ് വന്നവരെല്ലാവരും തിരിച്ചവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി. തനിക്കും ഒരു കുടുംബം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ഇതുപോലൊരു ഫൈറ്റിനിറങ്ങുകയാണെങ്കിൽ അവളുടെ പിന്നിൽ ഒരു കഥ കാണുമല്ലോ. സ്വർണയുടെ ഫൈറ്റ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന കൂട്ടുകാരി, "നീ എന്താ ഇങ്ങനെയൊക്കെ? നീ ആരാ?" എന്നൊക്കെ കൂട്ടുകാരിയും ചോദിക്കുന്നു. നേരെ കർണയ്ക്കടുത്തേക്ക് എത്തുന്ന കൂട്ടാളിയും അവൾ എന്നെ തിരിച്ചു തല്ലി എന്നുള്ള കാര്യമൊക്കെ പറയും. "നിന്നെ തിരിച്ചു തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ജാൻസി തന്നെയാണെന്നും കർണ പറയുന്നു. അങ്ങനെ കർണയാണെങ്കിലോ ജയിലിൽ നിന്നും ഇറങ്ങുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ജാൻസിയാണതെന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് കർണയ്ക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ള ആഗ്രഹവും ഉണ്ടായത്. ഇത്രയും നാള് ജയിലില് നല്ല പുള്ളയെ പോലെ കഴിഞ്ഞിരുന്ന ആളാണ് ഈ കർണ. കർണ ജയിലിൽ വെച്ച് തന്നെ ഗ്യാസ് കുറ്റി കൊണ്ട് ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ 19 പേര് മരണപ്പെട്ടു പോവുകയാണ്. താനും ആ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ജയിൽ ചാടി രക്ഷപ്പെട്ടു പോവുകയാണ് കർണ ചെയ്യുന്നതും. മറ്റൊരു വശത്ത് സ്വർണയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമൊക്കെ കണ്ട കൂട്ടുകാരി, "നീ ആരാ? നിനക്ക് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ?" എന്നൊക്കെ കൂട്ടുകാരി ചോദിക്കുമ്പോഴാണ് താൻ ആരാണെന്നുള്ള സത്യമൊക്കെ സ്വർണ തുറന്നു പറയുവാനായും ആരംഭിക്കുന്നത്. ആരോരുമില്ലാത്ത രണ്ട് കുട്ടികളായിരുന്ന സ്വർണയും സ്വർണയുടെ കൂട്ടുകാരിയും ഒരേ അനാഥാശ്രമത്തിലാണ് വളർന്നത്. എന്നാൽ ഒരിക്കൽ സ്വർണയുടെ കൂട്ടുകാരിയെ ഒരു ഫാമിലി വന്ന് ദത്തെടുത്തുകൊണ്ട് പോവുകയുണ്ടായി.
അന്നു മുതൽ സ്വർണ ഒറ്റയ്ക്കാണ് വളർന്നതും. സ്വർണയ്ക്ക് കൂട്ടുകാരെന്ന് പറയാനോ ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ആ ഒരു ഓർഫനേജിന്റെ ഹെഡാണെങ്കിൽ പിള്ളേരെന്ന് പോലും നോക്കാതെ അവരോടൊക്കെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് മനസ്സിലാക്കിയ സ്വർണ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച് ആരും അറിയാതെ ഓർഫനേജിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് പല ജോലികളും ചെയ്താണ് സ്വർണ ജീവിച്ചിരുന്നത്. പക്ഷേ ഓരോ ആളുകളും അവളുടെ അടുത്തേക്ക് വരുന്നത് മോശമായിട്ടുള്ളൊരു കണ്ണോട് കൂടിയാണ്. അവളോട് മോശമായിട്ട് പെരുമാറുവാനൊക്കെ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തു നിന്നും അവൾ രക്ഷപ്പെട്ട് അവസാനം അവൾക്ക് ഒരു ലോഡ്ജിൽ ജോലി കിട്ടുന്നു. ആ ലോഡ്ജിലുള്ളവരും സ്വർണയോട് മോശമായിട്ടാണ് പെരുമാറുന്നതും. എങ്ങനെ ഇവരുടെ ഇടയിൽ താൻ ജീവിച്ചു പോകുമെന്നൊക്കെ സ്വർണ ചിന്തിക്കുന്ന സമയമാണ് കുറച്ചുപേർ ലോഡ്ജിലേക്ക് വരുന്നത്. അവർ ഈ സർക്കാരിനെതിരായിട്ടൊക്കെ പോരാടുന്ന കാട്ടിലൊക്കെ ജീവിക്കുന്നവരാണ്. ഏകദേശം ഈ ഒരു മാവോയിസ്റ്റ് കണക്ക്. അവരെ കാണുന്നതും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളെ കണ്ടതും ഇവർക്ക് എന്ത് ധൈര്യമാ, ഇവരെ പോലെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതെന്നൊക്കെ സ്വർണ ചിന്തിക്കുന്നു. അവരോടൊപ്പം ചേർന്ന് സ്വർണ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നു. അങ്ങനെയിരിക്കെ ആ ലോഡ്ജിന്റെ ഓണറാണെങ്കിൽ സ്വർണയോട് മോശമായി പെരുമാറുവാനായും ശ്രമിക്കും. സ്വർണയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയും അയാളെ നല്ല പഞ്ഞിക്കിടുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ നേരെ എത്തുന്നത് ആ ഒരു ഗ്യാങ്ങിനൊപ്പം കാട്ടിലേക്ക്. ആ ഒരു ഗ്യാങ്ങിന്റെ ഹെഡാണ് ദേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കർണ. അവർക്കൊപ്പം വന്ന് ചേരുകയാണ് സ്വർണ. പക്ഷേ അതേ സമയത്തായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ സ്വർണയ്ക്ക് മനസ്സിലാകുന്നത്. എന്തെന്നാൽ സർക്കാരിനെ എതിർക്കുകയല്ലേ കർണയും കൂട്ടരും ചെയ്യുന്നത്. എന്നാൽ കർണ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് തന്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഒറ്റുകൊടുക്കുന്നു എന്നുള്ള കാര്യം സ്വർണയ്ക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ ഇയാളെ മുന്നോട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിയാകില്ല. കർണയെ പൂട്ടണമെന്നും സ്വർണ തീരുമാനിക്കുന്നു. അങ്ങനെ കർണയുടെ ഇടപാടുകളെല്ലാം കണ്ടുപിടിച്ച സ്വർണയാണെങ്കിലോ കർണ എവിടെയുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെയാണ് കർണയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും. ആ ഒരു കൂട്ടത്തിൽ നിന്നും പിന്നീട് സ്വർണ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് പ്രണയിക്കണമെന്നും അവനുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കണമെന്നും തീരുമാനിച്ച് അനിരുദ്ധിനെ കണ്ടുപിടിച്ചതും പ്രണയിച്ചതും വിവാഹം കഴിച്ചതും. ഇതാണ് സ്വർണയുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ച കാര്യം. ഇതെല്ലാം സ്വർണ തന്റെ കൂട്ടുകാരിയോട് തുറന്നു പറയുകയാണ്. അങ്ങനെ സ്വർണ ഇപ്പോൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലോ. പക്ഷേ ജയിലിൽ നിന്ന് വരുന്ന കർണ നേരെ എത്തുന്നത് സ്വർണയെ കാണുവാൻ വേണ്ടിയിട്ടും. കർണയ്ക്കിപ്പം ഉണ്ടായിരുന്ന സമയത്തൊക്കെ കർണയ്ക്ക് ജാൻസി നല്ല നോട്ടമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ തന്റെ ബെഡ്റൂമിൽ എത്തിക്കണം, ഇത് മാത്രമായിരുന്നു കർണയുടെ ലക്ഷ്യം. പക്ഷേ അത് നടന്നില്ല. അതിനു മുൻപേ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ സ്വർണ ഇപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോൾ സ്വർണയ്ക്ക് അടുത്തേക്ക് എത്തുന്ന കർണ പറയുന്നത്, നീ ഇപ്പോൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലേ, നീ ഒരാളെ വിവാഹവും കഴിച്ചുവല്ലേ, ഷോ നിന്നെ എന്റെ അടുത്തേക്ക് വരുത്തണമെന്നും നിന്നെ സ്വന്തമാക്കണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ കർണ പറയുന്നു. അത് കേൾക്കുന്നതും സ്വർണയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കർണയ്ക്ക് എങ്ങനെയെങ്കിലും സ്വർണയൊന്ന് തന്റെ ബെഡ്റൂമിൽ എത്തിക്കണമെന്ന് മോഹമുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം സ്വർണയ്ക്കും മനസ്സിലായിട്ടുണ്ട്. കർണ പറയുന്നതെല്ലാം കേൾക്കുന്ന സ്വർണയുടെ മറുപടി, ദേ നോക്ക് കർണ, നിന്നെ ഒറ്റിക്കൊടുത്തതൊക്കെ ഞാൻ തന്നെ. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ വിവാഹം കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ വെറുതെ വിടണമെന്നും സ്വർണ പറയുന്നു. അത് കേൾക്കുന്ന കർണ, ഓക്കെ ശരി, നിന്നെ വെറുതെ വിടാമെന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും അവളെ വെറുതെ വിടുവാനായിട്ട് കർണ തീരുമാനിച്ചിരുന്നില്ല. കർണയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും സ്വർണയെ സ്വന്തമാക്കണം, അത് മാത്രമായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ടോർച്ചർ ചെയ്യണമെന്നും കർണ തീരുമാനിക്കുന്നു. മാത്രവുമല്ല ഒരു കാര്യം കൂടി കർണ സ്വർണയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നീ സ്വർണയായിരിക്കുമോ അതോ ജാൻസിയായി പ്രതികരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. തന്റെ കുടുംബത്തിനുമേൽ എന്തോ കാര്യം ചെയ്യുവാനായിട്ട് കർണയ്ക്ക് പ്ലാനുണ്ട് എന്നുള്ള കാര്യം സ്വർണയ്ക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് അനിരുദ്ധിന്റെ അച്ഛനെ കാണിക്കുകയാണ്. അനിരുദ്ധിന്റെ അച്ഛനാണെങ്കിലോ പഴയ MLA മാറ്റി പുതിയ MLA കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ചെയ്യുന്നു. ഒരുപാട് അഴിമതിയൊക്കെ ചെയ്തതിന്റെ തെളിവുകളെല്ലാം അനിരുദ്ധിന്റെ അച്ഛന്റെ കൈവശമുണ്ട്. എവിഡൻസ് ആയിട്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ പഴയ MLAക്ക് നന്നായിട്ട് അറിയാം. CM ആണെങ്കിൽ ആ നാട്ടിലേക്ക് വരികയാണ്. CM വരുന്ന ദിവസം തന്നെ ഈ ഒരു കാര്യം CMനെ അവതരിപ്പിച്ച ശേഷം പഴയ MLA മാറ്റിയിട്ട് പുതിയ MLA കൊണ്ടുവരണം. അതാണ് അനിരുദ്ധിന്റെ അച്ഛന്റെ പ്ലാൻ. ഇതെല്ലാം പഴയ MLA മനസ്സിലാക്കുന്നു. പഴയ MLA നേരെ ചെല്ലുന്നത് കർണയുടെ അടുത്തേക്കാണ്. ഈ കാര്യങ്ങളെല്ലാം കർണയോട് തുറന്നു പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? CM വരുന്ന ദിവസം ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്തു വരരുത്. അതുമാത്രമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. പകരം നിങ്ങളുടെ കുറച്ച് ആളുകളെ എന്റെ അടുത്തേക്ക് വിട്ടുതരണമെന്നുള്ള കാര്യവും കർണ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം CM വരികയാണ്. CMനെ കാണുവാൻ വേണ്ടിയിട്ട് അനിരുദ്ധിന്റെ അച്ഛൻ എവിഡൻസുമായിട്ടൊക്കെ പോകുന്നു. എന്നാൽ ഇത് സ്വർണ കാണുന്നുണ്ട്. മാത്രമല്ല സ്വർണയ്ക്ക് കർണയെ നല്ല സംശയമുണ്ടല്ലോ.
കർണയും ഈ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന സംശയം സ്വർണയ്ക്കുണ്ടാകുന്നു. അവൾ വിചാരിച്ചതുപോലെ തന്നെ കർണയാണെങ്കിലോ അനിരുദ്ധിന്റെ അച്ഛനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആളിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. CM എത്തുന്ന ഫംഗ്ഷന് നടക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് സ്വർണ എത്തും. ഒരു ബസ്സിനുള്ളിലായിട്ടാണ് കർണ സെറ്റ് ചെയ്ത ആളുകളൊക്കെ ഇരിക്കുന്നത്. ബസ്സിലേക്ക് കയറിയ സ്വർണ പറയുന്നത്, എന്റെ അമ്മായിയച്ഛന് നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബസ്സിലുള്ള ഒരെണ്ണം പോലും ജീവനോട് കൂടി പോകില്ല എന്ന് സ്വർണ പറയുന്നു. എന്നാൽ ആ ബസ്സിലുണ്ടായിരുന്ന ഗുണ്ടകൾ എല്ലാവരും സ്വർണയെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാൽ സ്വർണ അവരെ തിരിച്ചു തല്ലുന്നു. അതിനു മുൻപായിട്ട് ബസ് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഒരു സ്റ്റോപ്പിൽ പോലും നിർത്തരുത്, ബസ് എടുക്കണമെന്ന്. അതുപോലെ തന്നെ അയാൾ ബസ് മുന്നോട്ടെടുക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന ഓരോരുത്തരെയും അടിച്ച് ചിതറിക്കുകയാണ് ചെയ്യുന്നത്. കർണയ്ക്കൊപ്പം കുറച്ചുനാൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കർണയുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം സ്വർണയ്ക്ക് മുൻപേ മനസ്സിലായതും. അങ്ങനെ സ്വർണ തന്റെ വീട്ടിലേക്ക് എത്തുന്നു. കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ കർണ കടന്നു വരും. ഞാൻ സ്വർണയുടെ മാമനാണെന്നാണ് കർണ കള്ളം പറയുന്നത്. എന്തോ ഉദ്ദേശം കർണയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ സ്വർണ അതെ അതെ ഇതെന്റെ മാമനാണെന്ന് പറഞ്ഞ് കർണയെ അകത്തേക്ക് കൂടിക്കൊണ്ടു പോകുന്നു. നിന്നെ ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ എന്റെ ടീമിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്? നീ ഇവിടെ സാമ്പാർ വിളമ്പിക്കൊണ്ട് നടക്കുന്നില്ലേ? നീ എന്റെ കൂടെ വാ. എന്നാലിപ്പോൾ നീ എല്ലാവരും അറിയപ്പെടുന്ന ആളാകും. ഇന്ന് രാത്രി തന്നെ നീ എന്റെ കൂടെ വരണമെന്നും കർണ പറയുന്നു. പക്ഷേ അത് കേൾക്കുവാനായിട്ട് സ്വർണ്ണ കൂട്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ആളുകൾ ഇവിടെ വരും. നീ എനിക്കിപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ഒരെണ്ണം പോലും ജീവനോട് കൂടി കാണില്ല. എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്നും കർണ വിരട്ടുന്നു. കുടുംബത്തിലുള്ളവർക്ക് കർണയാൽ ഒരു പ്രശ്നം വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സ്വർണ നേരെ പോകുന്നത് തന്റെ ഭർത്താവായ അനിരുദ്ധിനടുത്തേക്കാണ്. എല്ലാ കാര്യങ്ങളും അനിരുദ്ധിനോട് തുറന്നു പറയുന്നു. താൻ എത്ര നാൾ ആ ഒരു ടീമിലുണ്ടായിരുന്നുവെന്നും എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നും എന്നാണ് ആ ഒരു ടീമിൽ നിന്നും പിരിഞ്ഞു നിന്നുമുള്ള കാര്യമൊക്കെ അവൾ തുറന്നു പറയുന്നു. മാത്രവുമല്ല കർണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും കർണ കാരണം കുടുംബത്തിനൊരു പ്രശ്നം വരുമെന്നുമുള്ള കാര്യമൊക്കെ സ്വർണ സൂചിപ്പിക്കുന്നു. അനിരുദ്ധിനോട് മാത്രമല്ല സ്വർണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, വീട്ടിലുള്ള എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ വീട്ടുകാർക്ക് എല്ലാവർക്കും അത് കേട്ടതോടുകൂടി വല്ലാതെ ദേഷ്യം വരുന്നു. നീ ഇങ്ങനെ ഒരാളായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. നീ കാരണം ഈ ഒരു കുടുംബത്തിന് പ്രശ്നം വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അത്രയും പേരും കുറ്റപ്പെടുത്തുമ്പോഴും അനിരുദ്ധിന്റെ അച്ഛൻ മാത്രം സ്വർണ്ണയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളത് കൊണ്ട് കുടുംബത്തിന് ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും തന്നെ എന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല, വെറുപ്പ് കാണിച്ചിട്ടില്ല. കാരണം ഈ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് സ്വർണയും. അവളെയും നമ്മൾ കൂടെ നിർത്തണമെന്നുമൊക്കെ അനിരുദ്ധിന്റെ അച്ഛൻ പറയുന്നു. അത് കേൾക്കുന്ന സ്വർണയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഒരുപാട് പേർ സ്വർണയെ ഒറ്റപ്പെടുത്തിയപ്പോഴും ദേ ഇപ്പോൾ അവൾക്ക് താങ്ങായി തണലായി വന്നത് അനിരുദ്ധിന്റെ അച്ഛൻ മാത്രമാണ്. അനിരുദ്ധിന്റെ അച്ഛൻ പറയുന്നതോടുകൂടി വീട്ടിലുള്ള എല്ലാവരും സ്വർണയെ സപ്പോർട്ട് ചെയ്യുവാനായും തീരുമാനിച്ചു. നീയും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. ഇനി നിനക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊപ്പം ഞങ്ങളുമുണ്ടെന്നും കുടുംബത്തിലുള്ള എല്ലാവരും പറയുന്നു. അന്നേ ദിവസം രാത്രി കർണയുടെ കൂടെ ഒരുപാട് പേരെത്തുകയാണ്. അതും പഴയ MLA-യുടെ ആളുകൾ. കർണ പുറത്ത് നിന്നിട്ട് തന്റെ കൂട്ടാളികളെ എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ അകത്ത് സ്വർണയും സ്വർണയുടെ കുടുംബക്കാരും അവരോട് പോരാടുവാനായിട്ടും റെഡിയായി നിൽക്കുകയാണ്. അകത്തേക്ക് വരുന്ന ഗുണ്ടകൾക്കൊപ്പം വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. എല്ലാവരും പോരാടി പിടിച്ചു നിൽക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്വർണയുടെ അമ്മായിയച്ഛനെ ഒരുത്തൻ കത്തി കൊണ്ട് കുത്തുന്നു. മാത്രമല്ല ശരതിനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അത് കാണുന്നതോടുകൂടി സ്വർണയ്ക്ക് ആകെ സങ്കടം. തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ച സ്വർണ എല്ലാവരോടും ഒറ്റയ്ക്ക് പോരാടുവാനായും തീരുമാനിക്കുന്നു. തന്റെ വീട്ടിലുള്ള എല്ലാവരെയും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടാണ് അവൾ ആവശ്യപ്പെടുന്നത്. നിന്നെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ പോകുമെന്നൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഞാനിതെല്ലാം നോക്കിക്കോളാം, നിങ്ങൾ സേഫായിട്ട് പുറത്തേക്ക് പോകുവാനായിട്ടാണ് സ്വർണ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് എല്ലാവരും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പിന്നെ സ്വർണ ഒറ്റയ്ക്കാണ് ഗുണ്ടകളോട് പോരാടി നിൽക്കുന്നത്. വലിയ ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിൽ സ്വർണ എല്ലാവരെയും അടിച്ച് തകർക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ കർണ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. താൻ അകത്തേക്ക് പോകാമെന്നും തീരുമാനിച്ച് അകത്തേക്ക് കടക്കുകയാണ് കർണ. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. പക്ഷേ ഇത്രയും നേരം കർണയുടെ കൂട്ടാളികൾക്കൊപ്പം പോരാടി നിന്നതുപോലെ സ്വർണയ്ക്ക് കർണയ്ക്കൊപ്പം പോരാടി നിൽക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും തമ്മിലുള്ള വലിയ ഫൈറ്റിനൊടുവിൽ സ്വർണയെ ഒരുപാട് അവശയാക്കുകയാണ് കർണ ചെയ്യുന്നത്. എന്നാൽ അടികൊണ്ട് അവശയായ സ്വർണ തന്റെ കയ്യിൽ കിട്ടിയ കത്തികൊണ്ട് കർണയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുത്തു. അതോടുകൂടി കർണ തളർന്നു വീഴുകയാണ്. എന്നാൽ അതേസമയം കർണയുടെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. അതുപയോഗിച്ച് സ്വർണയെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വർണയുടെ വയറ്റിൽ വെടിയേൽക്കുകയും ചെയ്തു. സ്വർണയും തളർന്നു താഴെ വീഴുകയാണ്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ,
നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നല്ലോ. ദേ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല, ഒരുമിച്ച് മരിക്കാൻ പോവുകയാണെന്ന് കർണ പറയും. എന്നാൽ അത് കേൾക്കുന്ന സ്വർണ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് കരയാനായിട്ട് എന്റെ കുടുംബക്കാരുണ്ട്, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്. എന്നാൽ നീ മരിച്ചാൽ നിനക്ക് വേണ്ടിയിട്ട് കരയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർണ ചോദിക്കും. അത് കേൾക്കുന്നതും കർണ ഒരു നിമിഷം ആ ഒരു കാര്യമെല്ലാം ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. അങ്ങനെ കർണയും അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നു. സ്വർണ ജീവന് വേണ്ടിയിട്ട് പോരാടുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി. അനിരുദ്ധിന്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങെല്ലാം നടക്കുന്നു. വിവാഹമൊക്കെ മംഗളകരമായിട്ട് കഴിയുകയാണ്. വിവാഹം കഴിഞ്ഞ അനിരുദ്ധിന്റെ സഹോദരി നേരെ അവരുടെ തുളസിച്ചെടിക്ക് മുന്നിലേക്ക് എത്തുന്നു. എന്നിട്ട് അവർ പതിവായിട്ട് മംഗളം പാടാറുണ്ട്. ആ ഒരു മംഗളമൊക്കെ അവിടെ നിന്ന് പാടുകയാണ്. അതേ സമയമായിരുന്നു അവിടേക്ക് നമ്മുടെ സ്വർണ്ണ വരുന്നത്. സ്വർണ്ണയ്ക്ക് ദേ ഇപ്പോൾ ജീവനും ജീവിതവും ഒക്കെ തിരികെ കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണയും വന്ന് മംഗളം പാടുന്നു. ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഇതിനിടയിൽ പഠിച്ചുവെന്നും സ്വർണ്ണ പറയുന്നു. അങ്ങനെ സ്വർണ്ണയെ ആ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് അവരെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിലെ തങ്കമെന്ന് വേണമെങ്കിൽ സ്വർണ്ണ ഇപ്പോൾ പറയാം. എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. അതോടുകൂടി മായിണ്ടി ബംഗാരം എന്ന തെലുങ്ക് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.